ഷെയ്ഖ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി ഇന്ത്യയിലേക്ക് വരുന്നത് ഷെയ്ഖ് റിഫായുടെയും ഷെയ്ഖ് ജീലാനിയുടെയും അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് വരുന്നത്. ഒറ്റ കാലക്കാരാണ്, അനുഗ്രഹം വാങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ അറിയാം. അദ്ദേഹത്തിന്റെ ഉസ്താദ് അമീറുൽ ഇസ്ലാം എന്തോ പേര് പറഞ്ഞു. ഖാജയെ കുറിച്ച് ധാരാളം എഴുതിയ ആളാണ്. ഖാജാ കു ദൗലാ ബിശാറെ ഖുദാ और पैगंबर वास्ते हुक्म दिया इसके हाथून मुबारक से किसवे मिले वो आला मकामे विलायत हुए आला मकामे विलायत हुए. ഖാജാ की राज्यम ഇന്ത്യ അല്ലാഹു എഴുതി കൊടുത്തിരിക്കുന്നു. ഖാജാ की राज्यम ഇന്ത്യ അല്ലാഹു എഴുതി കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ഭരണം അദ്ദേഹത്തിന്, അതിന്റെ അധികാരം റസൂലുള്ളാഹിയിൽ നിന്ന് തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ലഭിക്കുക എന്നുള്ളത് അലാ മഖാമേ വിലായത്ത് ഹുവേ, വിലായത്തിന്റെ ഏറ്റവും ഉയർന്ന മഖാമാണ്. അത് തന്നെയാണ് ഷെയ്ഖ് ജീലാനി അവർക്കും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മുസ്തഫൽ ഫൈസിനെയാണ് സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണ്? അത് ജഫ്രി മുത്തുക്കോയ തങ്ങളെ കുറ്റം പറഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഈ മുഷാവറ അംഗത്തെ, സമസ്തയുടെ മുഷാവറ അംഗത്തെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അന്വേഷണ വിധേയമായിട്ടാണ് എന്ന് പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. മുസ്തഫൽ ഫൈസി പറഞ്ഞത് വൈകി വന്നു കയറിയ ആള് ഈ സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. ആ വൈകി വന്നു കയറിയ ആള് ജഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. 974 മുതൽക്ക് ഞാൻ കെ റഹ്മാൻ പറ്റി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ. വണ്ടിയിൽ വൈകി കയറി, എടുത്ത ബൈക്കിന് കയറി, അവന്ന് അങ്ങോട്ട് വിടുന്ന് പറയാൻ പറ്റൂല. ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. എന്നാൽ ഉമർ ഫൈസി മുക്കം പറഞ്ഞത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാവാത്ത സമസ്തയിലെ മറ്റുള്ള ആളുകൾ ഈ മുസ്തഫൽ ഫൈസി പറഞ്ഞത് അത് ജഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഉമർ ഫൈസി മുക്കം സമസ്തയുടെ മുഷാവറയിലുള്ള 39 ആളും കള്ളന്മാരാണ് എന്ന് പറഞ്ഞിട്ടും ഇന്നും സമസ്തയുടെ മുഷാവറയിലും സമസ്തയുടെ നേതൃത്വത്തിലുമുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഇന്ത്യ അജ്മീർ ഖാജയ്ക്ക് അള്ളാഹു എഴുതി കൊടുത്തു എന്നാണ് മുസ്തഫൽ ഫൈസി പറയുന്നത്. ഇയാളെ ഒരിക്കലും സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. സമസ്തയുടെ പ്രസിഡന്റ് ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ വിവരക്കേട് പറയുന്ന ആളുകളെയൊക്കെയാണ് സമസ്ത മുഷാവറയിലും അതുപോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ കൊണ്ടുവരേണ്ടത് എന്നുണ്ട്. ഇനി ഹൈദരലി ശിഹാബ് തങ്ങൾക്കും ജഫ്രി മുത്തുക്കോയ തങ്ങൾക്കും നബിയുടെ അതേ സ്വഭാവമാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. കേൾക്കാം നമുക്ക്. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടാൽ, മഹാനായ ജഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടാൽ, അതുപോലെ പല മഹാന്മാരും സത്യസന്ധരായി ജീവിക്കുന്നവരുണ്ട്. അവരെ കണ്ടാൽ റസൂലുള്ളാഹിന്റെ സ്വഭാവം വരിൽ കാണുന്നു. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടാൽ, മഹാനായ ജഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടാൽ, അതുപോലെ പല മഹാന്മാരും സത്യസന്ധരായി ജീവിക്കുന്നവരുണ്ട്. അവരെ കണ്ടാൽ റസൂലുള്ളാഹിന്റെ സ്വഭാവം വരിൽ കാണുന്നു. അതാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. നിരീക്ഷണം എന്ന് പറയുന്നത് നേരെ കാണുന്നിടത്തല്ല നിരീക്ഷണം എന്ന് പറയുന്നത്. നിരീക്ഷണം വസ്തുത പഠിച്ചു, അത് വിലയിരുത്തി, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിരീക്ഷണം. അതാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതുപോലെയുള്ള നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഇദ്ദേഹം പല കാര്യങ്ങളും പറയാറുണ്ട്. ഇതുപോലെയൊക്കെ പറയാറുള്ള മുസ്തഫൽ ഫൈസിയെ എന്തുകൊണ്ടാണ് സമസ്തയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യം കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുപോലെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ സമസ്തയിൽ തന്നെയാണ് നിൽക്കേണ്ടത്. സമസ്തയിൽ നിന്ന് എങ്ങോട്ടും മാറേണ്ടതില്ല, മാറ്റേണ്ടതില്ല, സസ്പെൻഡോ ഡിസ്മിസലോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ കാരണം കൂടി നമുക്കൊന്ന് വ്യക്തമാവേണ്ടതുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി, അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്.
ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഷജറകൾ അവിടെ വെച്ച് പൊറിപ്പിച്ചോ അല്ലേ? കേൾക്കാം. വേറൊരു കൂട്ടർ നിലകൊള്ളുമ്പോ അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പോ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി, സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ്. ഈ 10,000-കണക്കിന് മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ്. അതിപ്പോ എപ്പോഴേ അതിൽ നമുക്കൊരു സംശയമുണ്ട്. മുസ്തഫൽ ഫൈസി, നിങ്ങളൊരു സമസ്തയുടെ മുഷാവറ അംഗമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നുണ അറിയാൻ പാടുണ്ടോ? അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളായിക്കൊണ്ട് മുസ്ലിം ലീഗുകാർ ഉണ്ടാവുമായിരിക്കാം. എന്നാൽ മുസ്ലിം ലീഗാണ് നടത്തുന്നതെന്ന് പറയാൻ പറ്റൂല. പറ്റുന്നാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ പറ്റുമെങ്കിൽ വിട്ടോ. പറ്റൂല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പറയും. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറയുന്നില്ല. ഇയാളെ സമസ്തയിൽ തന്നെ നിർത്തുകയായിരുന്നു വേണ്ടത്. സമസ്തക്ക് നിർത്താൻ പറ്റിയ യോഗ്യത ഇയാൾക്കുണ്ട്. എന്താണ് യോഗ്യത? ഖുറാഫാത്ത് പറയുക, വിഡ്ഢിത്തം പറയുക, വിവരക്കേട് പറയുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുസ്തഫൽ ഫൈസിയുടെ ക്വാളിറ്റി. സമസ്തയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടതില്ലായിരുന്നു. അയാൾക്ക് സമസ്തയിൽ തുടരാനുള്ള എല്ലാ യോഗ്യതയും ഈ പറഞ്ഞതിലുണ്ട് എന്നാണ് ഇവിടെ പറയുവാനുള്ളത്.